മിനിമം സാലറി എന്താണെന്ന് എല്ലാവർക്കും അറിയായിരിക്കും. നമ്മൾ ഏത് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരായാലും നമ്മുടെ സാലറി ഒരു ഫിക്സ് ചെയ്തിരിക്കുന്ന എമൗണ്ടിന് താഴെ പോകാനായിട്ട് പാടില്ല. ഈ ഫിക്സ് ചെയ്തിരിക്കുന്ന എമൗണ്ടിനെയാണ് മിനിമം സാലറി എന്ന് പറയുന്നത്. പക്ഷേ UAE ഇങ്ങനെ ഒരു ഫിക്സഡ് സാലറി ഇല്ല. അതുപോലെ തന്നെ നമ്മുടെ ബേസിക് സാലറി എത്രയായിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് എവിടെയും മെൻഷൻ ചെയ്യുന്നില്ല. നമ്മൾ പറയുമ്പോൾ ടോട്ടൽ സാലറിയുടെ 50 to 60% ഒക്കെ ബേസിക് സാലറി ആയിട്ട് കൊടുക്കണം എന്ന് പറയുന്നുണ്ടെങ്കിലും ഇത് എവിടെയും മെൻഷൻ ചെയ്യാത്ത കാരണം കൊണ്ട് തന്നെ ഇതിന് വളരെ ചെറിയ എമൗണ്ട് ആണ് പല കമ്പനീസും എംപ്ലോയീസിന് ബേസിക് സാലറി ആയിട്ട് കൊടുക്കുന്നത്. പക്ഷേ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എമൗണ്ട് ആണ്. ബിക്കോസ് നമ്മുടെ ഗ്രാറ്റുവിറ്റിക്കായാലും ഓവർ ടൈമിനായാലും എല്ലാം കൺസിഡർ ചെയ്യുന്നത് ഈ ബേസിക് സാലറിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വൺസ് ഇത് സൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. പലരും എൻ്റെ അടുത്ത് ചോദിച്ചു, ഈ ഒരു ഫിക്സ് ചെയ്തിരിക്കുന്ന എമൗണ്ടിന് നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോന്ന്. ചേഞ്ച് ചെയ്യാനൊക്കെ പറ്റും, പക്ഷേ അതിന് ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ലീഗലി അപ്രൂവ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ്. അതിന് കുറച്ച് പ്രൊസീജിയർ ഉണ്ട്. ഇതിലും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാലറി അതുപോലെ ബേസിക് സാലറി ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ കമ്പനിയുടെ പോളിസീസിനെ അല്ലെങ്കിൽ എംപ്ലോയറിന്റെ ഡിസിഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ നിങ്ങൾക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് എത്രമാത്രം പോസിബിൾ ആണ് ഇത് ചേഞ്ച് ചെയ്യുക എന്ന് പറയുന്ന ഒരു മെത്തേഡ് എന്ന്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വൺസ് ഒരു ന്യൂ ജോബിന് ജോയിൻ ചെയ്യുന്ന ടൈമിൽ നമ്മളോട് വേർബലി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു സാലറി എമൗണ്ട് തന്നെയാണോ കോൺട്രാക്റ്റിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് എന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ ഒരു ഫെയർ എമൗണ്ട് ആണോ നമ്മുടെ ബേസിക് സാലറി കൊടുത്തിരിക്കുന്നത് എന്നുള്ളതും ചെക്ക് ചെയ്യുക. ഇങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ട്, ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചേഞ്ച് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ കോൺട്രാക്ട് സൈൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക.